ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സുനന്ദ സുഭാഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. സുഭാഷിൻ്റെ വീട്ടിൽ വന്നിട്ട് പറയും, ഞാനും അശ്വിനും കൂടി നാളെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് അശ്വിനെയും കൂട്ടി ഇവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സുഭാഷ് ചേട്ടൻ അതിന് സമ്മതിക്കണമെന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, ശരി, നീ നിൻ്റെ ഭർത്താവിനും കൂട്ടിക്കൊണ്ട് വാ, നിനക്ക് ആദ്യമായിട്ട് ഞങ്ങളൊരു വിരുന്നും തരാമെന്ന് പറയും. വിവാഹത്തിന് പോലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ സുനന്ദ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. സുനന്ദയ്ക്കും അശ്വിനും സുഭാഷ് വിരുന്ന് കൊടുക്കുന്നത് അറിയുന്ന ഭാസ്കരൻ ശക്തമായി അതിനെ എതിർക്കുകയാണ്. എനിക്ക് എൻ്റെ സഹോദരി എന്ന് പറയുന്ന ലളിതയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പിന്നെ എനിക്കില്ലാത്ത എന്ത് ബന്ധമാണ് നിനക്ക് അവളോടൊന്ന് ചോദിക്കും. പക്ഷേ സുഭാഷ് സുനന്ദയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുകയാണ്. ഞാനാണ് അവരെ വിരുന്നിന് വിളിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വിരുന്ന് കൊടുക്കുമെന്ന് തന്നെ പറയും. ഭാസ്കരൻ പറയും, ഇതെൻ്റെ വീടാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ സുഭാഷ് ശക്തമായിട്ട് തന്നെ ഭാസ്കരനോട് പ്രതിരോധിക്കുകയാണ്. സുഭാഷിൻ്റെ മാറ്റം കാണുന്ന ഭാസ്കരൻ ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെന്ന് കരുതി ഭാസ്കരൻ അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അതിനുശേഷം തിരികെ വീട്ടിൽ വരുന്ന സുനന്ദ അശ്വിനുമായിട്ട് വിരുന്നിന് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. അതറിയുന്ന ലളിത പറയും, ഇപ്പോൾ തൽക്കാലം അവിടെ വിരുന്നിനൊന്നും പോകണ്ടെന്ന് പറയും. പക്ഷേ സുനന്ദ പറയുന്നുണ്ട്, എന്നെ വിരുന്നിന് പോകാൻ അനുവദിച്ചില്ലെന്നുണ്ടെങ്കിൽ വിവാഹത്തിൻ്റെ തലേ ദിവസം ഞാൻ സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലായിരുന്ന കാര്യവും സുഭാഷ് ചേട്ടന് ഞാനും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യവും ഞാൻ അശ്വിനോട് പറയും. പിന്നെ അശ്വിൻ തനിച്ചായിരിക്കും ഇവിടുന്ന് വീട്ടിലോട്ട് പോകുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് ലളിതയ്ക്കും ധനഞ്ജയനും ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവർ അതിന് അനുവാദം കൊടുക്കും. അശ്വിനും സുനന്ദയും ചേർന്ന് ഭാസ്കരൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പറയും, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് അശ്വിൻ പറയും. ആ സമയത്ത് ലളിത പറയും, അത് വേണ്ട മോനെ, ഞങ്ങളും വീട്ടുകാരുമായിട്ട് അത്ര നല്ല സുഖത്തിലല്ല, ഞങ്ങൾ ചെറിയ പിണക്കത്തിലാണെന്ന് പറയും. അത് കുഴപ്പമില്ല അമ്മേ, നമ്മളിപ്പം ഒരു വിരുന്നിനൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു പിണക്കം ഇപ്പോൾ അങ്ങ് മാറത്തില്ലെന്ന് പറയും. അതെന്തായാലും വേണ്ട, നിങ്ങളെ ക്ഷണിച്ചത്, നിങ്ങൾ പോയിട്ട് വരാൻ പറയും. മനസ്സെല്ലാം മനസ്സോടെ ആണെന്നുണ്ടെങ്കിലും ധനഞ്ജയനും ഗംഗാധരനും എല്ലാം അതിനെ അനുകൂലിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവർ നേരെ സുഭാഷിൻ്റെ വീട്ടിലോട്ട് വിരുന്നിന് പോവുകയാണ്. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ കഥ പറഞ്ഞ് ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നികേഷ് ചോദിക്കും, ആരെയും കാണുന്നില്ലല്ലോ സുഭാഷ് ചേട്ടാ, അവരിപ്പോൾ വരുമോയെന്ന് പറയും. അപ്പോഴാണ് സുനന്ദ അടുക്കള വഴി നിന്ന് ഇങ്ങനെ വിളിക്കുന്നത് സുഭാഷ് ചേട്ടാന്ന്. അവർക്ക് നീ എന്താ പിൻവാതിൽ വഴി, ഞാനിപ്പോഴും ഇതുവഴിയല്ലേ സുഭാഷ് ചേട്ടാ വരുന്നത്, അതുപോലാണോ ഇന്ന്, ഫ്രണ്ട് വഴി വരാൻ പറയും. അങ്ങനെ നിധി എന്ന് പറയും, അച്ഛാ അവർ വന്നിട്ടുണ്ട്, അച്ഛൻ പോയി അവരെ സ്വീകരിക്കാൻ പറയും. പിന്നെ എന്ന് പറയും. അങ്ങനെ അവരെ മുൻവാതിൽ വഴി വരുന്നപ്പോഴത്തേക്ക് ഭാസ്കരൻ ഇരുന്നിട്ട് ഒരു വാ മക്കളെ എന്ന് പറഞ്ഞ് രണ്ടുപേരെ സ്വീകരിക്കും. സ്വീകരിച്ച് അകത്ത് കൊണ്ടിരുത്തും. ഹോളിൽ കസേരയൊക്കെ എടുത്തിട്ടേക്കാണ്. അങ്ങനെ അവരെ കൊണ്ടിരുത്തി അവർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തു കൊടുക്കും. എന്നിട്ട് സുനന്ദ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഭാസ്കരൻ മാമ. ഇത് ഭാസ്കരൻ മാമയ്ക്ക് 4 അമ്മകളാണ്. ഏറ്റവും മൂത്ത മകനാണിത് സുഭാഷ് ചേട്ടൻ. പിന്നെ രണ്ടാമത്തേത് സുധീഷ് ചേട്ടൻ, ഹരീഷ്, നികേഷ് എന്ന് പറയും. നികേഷ് കോളേജിൽ പഠിക്കുകയാണ്. സുധീഷ് ചേട്ടൻ്റെ വൈഫാണ് നിധി. പിന്നെ ഹരീഷ് ചേട്ടൻ വർക്ക്ഷോപ്പിലാണ്. അങ്ങനെ എല്ലാവരുടെയും ജോലികളെക്കുറിച്ചും ഒക്കെ പറയും. അപ്പോൾ സുധീഷിന് സന്തോഷമാവും നിധി വൈഫാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. എന്നിട്ട് ചോദിക്കും, മോൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഭാസ്കരൻ അശ്വിനോട് ചോദിക്കും. അല്ല, ഇതൊന്നും സുനന്ദ പറഞ്ഞിട്ടില്ലേ, ഇവളെപ്പോഴും ഇങ്ങോട്ട് വരുമെന്നാണല്ലോ പറഞ്ഞു. ഓ, അതെങ്ങാനും പറയാൻ അവൾക്ക് സമയമുണ്ടോ? അപ്പോൾ അശ്വിൻ ചോദിക്കും, അതെന്താ എങ്കിലും അങ്ങനെ പറഞ്ഞ? അപ്പോൾ നിധി പറയും, ദൈവമേ, അത് കുഴപ്പമുണ്ടോ? അപ്പോൾ ചോദിക്കും, അല്ല അതല്ല, സുഭാഷ് ചേട്ടൻ നല്ലോണം കുക്ക് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഷെയറൊക്കെ മേടിക്കാനായിട്ട് വരുന്നതാ എന്ന് പറയും. ഓ അങ്ങനെ. അത് സുനന്ദ എപ്പോഴും പറയും, സുഭാഷ് ചേട്ടൻ നല്ലോണം കുക്ക് ചെയ്യുമെന്ന്. അവൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, 2 സഹോദരങ്ങളുണ്ടെന്ന് പറയും. പിന്നെ എനിക്ക് താഴെ ഒരു അനിയനുണ്ട്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ നികേഷ് ചോദിക്കും, സുനന്ദ ചേച്ചിയെ ദുബായിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ, പാസ്പോർട്ട് എടുക്കണം, അടുത്ത ലീവിന് വരുമ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകുന്നു പറയും. ഓ, അപ്പോൾ ദുബായ്ക്കാരിയായി എന്നൊക്കെ നികേഷ് ഇങ്ങനെ പറയും. പിന്നെ എനിക്ക് വന്നതിന് ശേഷം എവിടെയെങ്കിലും വസ്തുവും മേടിക്കണം, വീട് വെക്കണം. ഇപ്പോൾ താമസിക്കുന്നത് കുടുംബ വീട്ടിലാണ്. അപ്പം സുനന്ദ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അനിയൻ്റെ വിവാഹമൊക്കെ ആകുമ്പോഴത്തേക്ക് മാറി താമസിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ശമ്പളമൊക്കെ എന്തോ കിട്ടും എന്നൊക്കെ ചോദിക്കും. എന്താ അച്ഛാ ചോദിക്കുന്നതെന്നൊക്കെ സുധീഷ് ചോദിക്കും. അതിനെന്താ, നല്ല ജോലിയാണെങ്കിൽ നല്ല ശമ്പളം കാണത്തില്ലേ? ആ, മോശമില്ലാതെ ജീവിക്കാനുള്ള ശമ്പളം കിട്ടുന്നുണ്ടെന്ന് അശ്വിൻ പറയും. എങ്കിൽ ശരി, നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ സുഭാഷും നിധി എല്ലാം കൂടി ചേർന്ന് ഫുഡൊക്കെ എടുത്തു വെക്കും. അങ്ങനെ ഫുഡൊക്കെ, ഇതെന്തോ ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ കിട്ടുന്നത്ര ഫുഡുണ്ടല്ലോ, നിങ്ങൾ വരുന്നതുകൊണ്ട് ഇതെല്ലാം സുഭാഷ് ചേട്ടൻ്റെ ഓൺ പ്രിപ്പറേഷനാണെന്ന് പറയും. അങ്ങനെ ഫുഡെല്ലാം കൊടുക്കും. ആ സമയത്ത് സുനന്ദ ഇങ്ങനെ സുഭാഷിനെ നോക്കുന്നുണ്ട്. സുഭാഷ് രണ്ടുപേരെ ഇങ്ങനെ നോക്കുന്നു. രണ്ടുപേരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പറയും, ആ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ എന്ന് പറയും. ഞാൻ ഇത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡ് അങ്ങനെ എവിടുന്ന് കഴിച്ചിട്ടില്ലെന്ന് പറയും. ഞങ്ങൾ വിവാഹത്തിന് ശേഷം ആദ്യമായിട്ട് വിരുന്നിന് വരുന്ന വീടല്ലേ, ഒരിക്കലും മറക്കത്തില്ലെന്നൊക്കെ പറയും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സുധീഷിൻ്റെ അടുത്ത് നിധി പറയും, സുധീഷ് അവരാദ്യമായിട്ട് ഇവിടെ വിരുന്നിന് വന്നേയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് ചോദിക്കും. ഗിഫ്റ്റ് ഇപ്പോൾ എവിടുന്നാ?
ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സാരിയുണ്ട്, അത് കൊടുക്കാം. സുധീഷ് അശ്വിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറയും. ഞാനിപ്പം പോയി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാം. അയ്യോ അതിനൊന്നും സമയമില്ല, എന്തെങ്കിലും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ചെറിയ ഗിഫ്റ്റ് ആയാലും മതിയെന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഇരിപ്പുണ്ട് നിധി, പക്ഷേ അത് അത്ര വിലയുള്ള വാച്ചൊന്നുമല്ല, അത് സാരമില്ല, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് പറയും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാൻ നേരത്ത് ഗിഫ്റ്റ് ഇതാണ്ട് നിധി, ഇത് എൻ്റെ ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞ് സാരി കൊടുക്കും. നിധിയും സുധീഷും ചേർന്ന് സുനന്ദയ്ക്ക് സാരിയും അശ്വിന് വാച്ചും ഗിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചോദിക്കും, ഇത് വലിയ വിലയൊന്നുമുള്ള വാച്ചൊന്നും അല്ല അശ്വിൻ എന്ന് പറയും. ഓ അതിലൊക്കെ എന്തിരിക്കുന്നു ബ്രോ, നിങ്ങൾക്ക് തരാനുള്ള മനസ്സുണ്ടായാലോ, അത് തന്നെ, സമ്മാനത്തിൻ്റെ വിലയിലൊന്നും വലിയ കാര്യമില്ല, അതിൻ്റെ മൂല്യത്തിലാണ് വിലയെന്ന് പറയും. അങ്ങനെ സുധീഷിനെ ഞാൻ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരുടെ സൽക്കാരം എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലോട്ട് വരാൻ ഇറങ്ങിയാണ്. ആ സമയത്ത് സുനന്ദ എന്നിട്ട് ഭാസ്കരൻ മാമയുടെ കാലിൽ ഇങ്ങനെ വീഴും. ഭാസ്കരൻ മാമ ഞങ്ങളെ അനുകരിക്കണമെന്ന് പറയും. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പെട്ടെന്ന് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് രണ്ടുപേരെയും പറയും, നന്നായി ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അനുഗ്രഹിക്കും. പെട്ടെന്ന് അങ്ങ് ഭാസ്കരൻ്റെ കണ്ണൊക്കെ നിറയും. എനിക്ക് ഒരുപാട് സന്തോഷമായി, എന്തായാലും നീ വന്നല്ലോ മോളെ, അപ്പോഴത്തേക്ക് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. അപ്പോൾ പോക്കറ്റിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പോക്കറ്റിനകത്ത് ഒരു സിഗരറ്റ് ലാമ്പും സിഗരറ്റും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന സുഭാഷിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുക്കും. കിട്ടിയ പൈസ എല്ലാം കൂടി എടുത്ത് സുനന്ദയുടെ കൈ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, ഇത് മോളുടെ കൈ ഇരിക്കട്ടെ എന്ന് പറയും. ഇതൊന്നും വേണ്ട ഭാസ്കരൻ മാമേ, അതല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, ഇത് മോള് വെച്ചോന്ന് പറയും. അങ്ങനെ കൊടുത്ത് രണ്ടുപേരും അനുഗ്രഹിച്ച് രണ്ടുപേരും സുനന്ദയുടെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വന്നതിന് ശേഷം സുനന്ദ റൂമിലിരിക്കുകയാണ്. ആ സമയത്തും സുനന്ദയുടെ മനസ്സ് മുഴുവൻ സുഭാഷിൻ്റെ വീട്ടുകാരാണ്. സുഭാഷിൻ്റെ വീട്ടുകാരും തമ്മിലുള്ള സംസാരവും ഗിഫ്റ്റ്, അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ സ്വീകരിച്ച സ്വീകരണവും എല്ലാം ആണ് മനസ്സിലിരിക്കുന്നത്. ആ സമയത്താണ് അശ്വിൻ റൂമിലോട്ട് കടന്നു വരുന്നത്. അശ്വിൻ നോക്കുമ്പോൾ സുനന്ദ മറ്റേതോ ഒരു ലോകത്തിരിക്കുന്ന കണക്കാണ്. എന്തു പറ്റി സുനന്ദേ, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നിങ്ങനെ അശ്വിൻ ചോദിക്കുന്നുണ്ട്. സുനന്ദ പറയും, ഒന്നുമില്ല അശ്വിൻ, ഞാൻ നാളെ അശ്വിൻ്റെ വീട്ടിലോട്ട് വരികയില്ലേ, അപ്പം വീട്ടിൽ ഇത്രയും നാൾ നിന്നതില്ലേ, അപ്പം ഈ റൂമും ഇവിടുത്തെ ആൾക്കാരുമൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ളതാണ്, അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടിരുന്നതാണെന്ന് പറയും. അതാ ഞാൻ കുറച്ച് നേരം കൊണ്ട് സുനന്ദ ഈ ലോകത്തെങ്ങും അല്ലായിരുന്നെന്ന് പറയും. സുനന്ദയ്ക്ക് അധികം വിഷമമൊന്നും വേണ്ട കേട്ടോ, ഞാൻ ദുബായിലോട്ട് പോയാലും സുനന്ദയ്ക്ക് ഇടയ്ക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കാമല്ലോ എന്ന് പറയും. അങ്ങനെ അവർ പിറ്റേ ദിവസം രാവിലെ ആവും. അപ്പോഴത്തേക്ക് സുനന്ദ പോകാനുള്ള എല്ലാം റെഡിയാവുകയാണ്. അപ്പോൾ സമയത്ത് ലളിതയും കരയാൻ തുടങ്ങും. അത് ചോദിക്കും, എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ, എനിക്ക് അവളെ പിരിഞ്ഞ് അധിക ദിവസം നിൽക്കാൻ പോലും കഴിയത്തില്ല, പിന്നെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളല്ലേ മറ്റൊരു വീട്ടിൽ താമസിച്ചല്ലേ പറ്റത്തുള്ളൂ, അത്രയും മോളെ സന്തോഷമായിട്ടിരിക്കണം, അവിടെ പോയി അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, ഒരു കുറ്റവും നിന്നെക്കുറിച്ച് പറയാൻ ഇടവരുത്തരുത്, അന്ന് അമ്മയുടെ വളർത്തോഷം എന്നല്ലേ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലളിതയും കരയുവാണ്. അപ്പോഴത്തേക്ക് ധനഞ്ജയനും ഗംഗാധരനും ഒക്കെ അങ്ങ് ഭയങ്കര സങ്കടം വരും. അപ്പോൾ ഗംഗാധരൻ്റെ അടുത്ത് സുനന്ദ വന്നിട്ട് പറയും, ഗംഗാധരൻ മാമ മരുന്നൊക്കെ സമയത്തിനെടുത്ത് കഴിക്കണം, മുടക്കമൊന്നും വരുത്തരുത് എന്നൊക്കെ പറയും. വെച്ചാൽ ഇത്രയും നാൾ എൻ്റെ മോൾ എനിക്ക് മരുന്നെടുത്ത് തരാനുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ മോളില്ല, അങ്ങ് പോവില്ലയോ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് അശ്വിൻ പറയും, അതൊന്നും വിഷമിക്കാതെ, ഇടയ്ക്ക് സുനന്ദയ്ക്ക് ഇങ്ങോട്ട് വരാമല്ലോ, അതൊന്നും വേണ്ട മോനെ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് പറയും, ഞാൻ ഇത്രയൊക്കെ കിടന്ന് കരഞ്ഞിട്ടും നിനക്കെന്താ മോളെ ഒരു സങ്കടവും ഇല്ലയെന്ന് നോക്കി ഇവിടുന്ന് പോകുന്നതുകൊണ്ട്, അമ്മയ്ക്കല്ലേ ഞാൻ ഇവിടുന്ന് പോകണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം, അമ്മ സുഭാഷേട്ടൻ്റെ പേരും പറഞ്ഞ് എന്നെ എന്തോരം തല്ലിയിട്ടുണ്ട്, എനിക്ക് അത്രയും തല്ലൊന്നും കൊള്ളണ്ടല്ലോ എന്ന് പറയും. അപ്പോഴത്തേക്ക് ലളിതയുടെ നെഞ്ചിലൊരു തീ കണക്കാവും. മോളെ, ഞാൻ നിന്നെ തല്ലിയതൊക്കെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, അതെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അമ്മയെല്ലാം ചെയ്യുന്നത്, ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയല്ലേ അമ്മയെല്ലാം ചെയ്തതും, പിന്നെ ഞാനെന്തിനാണ് കരയുന്നത്. അപ്പോഴത്തേക്ക് ലളിതയ്ക്ക് പിന്നെ ഒന്നും മറുപടി പറയാനില്ലായിരുന്നു. അങ്ങനെ ധനഞ്ജയനും ഗംഗാധരനും ലളിത എല്ലാവരും കൂടി ചേർന്ന് സുനന്ദയെ യാത്രയൊക്കെയാണ്. അങ്ങനെ കാറിൽ കയറിയിരിക്കും. സുഭാഷിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സുഭാഷിൻ്റെ വീട്ടിലൊന്നും ആരെയും കാണത്തൊന്നുമില്ല. സുനന്ദ ഒത്തിരി കരയുന്നുണ്ട്. സുനന്ദ കാറിലങ്ങ് അശ്വിൻ്റെ വീട്ടിലോട്ടങ്ങ് പോവുകയാണ്. അതിനുശേഷം അടുക്കളയിൽ നിന്ന് ഭയങ്കര ഒച്ചത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങോട്ട് വരും. ഇതെന്താ പതിവില്ലാത്ത കണക്ക് അടുക്കളയിൽ നിന്ന് ഒച്ചത്തിൽ സുഭാഷ് പാട്ടൊക്കെ വെച്ച് പാചകം ചെയ്യുകയാണ്. ഓഹോ, അപ്പോൾ സുനന്ദ പോയതിൻ്റെ പേര് സുഭാഷേട്ടന് ഒരു വിഷമവുമില്ല, ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചേക്കുന്നത് നിധിയെ വിളിച്ചോണ്ട് കാണിക്കും. ഉടനെ നിധി വന്നിട്ട് പറയാം, അയ്യോ സുധീഷേ, അത് സുഭാഷേട്ടന് സന്തോഷം കൊണ്ട് പാട്ട് വെച്ചതൊന്നുമല്ല, താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി വളരെ നല്ലൊരു ജീവിതത്തിലോട്ട് പോകുന്നതിൻ്റെ സന്തോഷമാണെന്ന് പറയും. ഒരിക്കലും അവൾ കഷ്ടപ്പെടേണ്ടി വരത്തില്ലല്ലോ, അശ്വിനെ സുഭാഷേട്ടനോട് ഇഷ്ടപ്പെട്ടു, അശ്വിൻ്റെ കൂടുതൽ ജീവിതം സന്തോഷകരമായിരിക്കും സുഭാഷേട്ടൻ തോന്നി, അതുകൊണ്ടാണ് സുഭാഷേട്ടൻ പാട്ട് വെച്ചതെന്ന് പറയും. സുഭാഷേട്ടൻ്റെ വലിയ മനസ്സാന്നൊക്കെ പറയും. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ 2ാം ഘട്ടവും നിധി പൂർത്തിയാക്കി. അതിനുശേഷം HR റൗണ്ടും കൂടിയുണ്ട്. അതും കൂടി HR റൗണ്ടിൻ്റെ കാര്യത്തിനായിട്ട് നിധിക്ക് ഇന്ന് ഓഫീസിലോട്ട് പോകണം. അങ്ങനെ നിധി പോകാനൊക്കെ ആയിട്ടെല്ലാം റെഡിയാവും. ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിധി അങ്ങോട്ട് ഇറങ്ങുകയാണ്. അത് ചോദിക്കും, മോളെ സന്തോഷമായിട്ട് പോയിട്ട് വരണം, മോൾക്ക് ജോലി എന്തായാലും ഉറപ്പായിട്ട് കിട്ടുമെന്നൊക്കെ പറയും. അങ്ങനെ
പുറത്തിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹരീഷ് അവിടെ ഇരിക്കുവാണ്. ഹരീഷ് ഒരു ഓൺ ദ ബെസ്റ്റൊക്കെ പറയും. ശരി ഹരീഷ് എന്നൊക്കെ പറയും. അച്ഛയ്ക്കും നീതു വരാറുണ്ടോ വർക്ക്ഷോപ്പിൽ? അച്ഛയ്ക്കും ഇല്ല, ഇപ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് കാണുന്നില്ലെന്ന് പറയും. അങ്ങനെ നിധിയേയും കൂട്ടിക്കൊണ്ട് സുധീഷ് കാറിലോട്ട് കയറും. ഉടനെ സുഭാഷ് കൊണ്ട് ഞാനും കൂടി വരണോ സുധീഷ് എന്ന് പറയും. എൻ്റെ പൊന്ന് സുഭാഷ് ചേട്ടാ, ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇടപഴകി സംസാരിച്ച് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ അവളെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. ദൈവത്തെ ഓർത്ത് അച്ഛൻ്റെ വേഷം കെട്ടിക്കൊണ്ടുവന്ന് സുഭാഷ് ചേട്ടൻ എന്നെ ഒരു ചേട്ടനാക്കരുത് എന്നൊക്കെ പറയും. ശരി ശരി നിങ്ങൾ പോയിട്ട് വരാൻ പറയും. അങ്ങനെ രണ്ടുപേരും കൂടി പോവുകയാണ്. ആ സമയത്ത് കാറിൽ ഇരുന്നുകൊണ്ട് പറയും, അല്ല ഇനി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ദിവസേന പോയി വരുന്നത്? ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. ഓ അതൊന്നും വേണ്ട, ഞാൻ ടാക്സിക്ക് പോയിക്കോളാം. അത് വേണ്ട, ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമില്ല, ഞാൻ കൊണ്ടാക്കാമെന്ന് പറയും. ജോലി കിട്ടി കുറച്ചാൾ കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം ഒരു സ്കൂട്ടി എടുക്കണം. പിന്നെ നികേഷിന് ഒരു നല്ല ബൈക്ക് എടുത്ത് കൊടുക്കണം. പിന്നെ ഹരീഷിന് ഒരു വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കണം. സുഭാഷ് ചേട്ടനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കണം. ഇത്രയൊക്കെ സഹായിച്ച എനിക്ക് വേണ്ടി മാത്രം ഒന്നും ചെയ്തു തരുന്നില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. സുധീഷിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് തരാം, ഒരു ഔദാര്യം പോലെ എന്നൊക്കെ പറയും. ഇനി കുറച്ച് നാൾ സ്കൂട്ടി ഓടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വന്തമായിട്ട് കാർ എടുക്കണം. എന്നിട്ട് കാർ ഓടിച്ച് ഓഫീസിൽ ജോലിക്ക് വരണം. എനിക്കത് ആലോചിക്കാനേ വയ്യ എന്നൊക്കെ പറഞ്ഞ് നിധി ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. ഭയങ്കര ത്രില്ലിംഗ് ആണല്ലോ എന്ന് നിൽക്കും. അതെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി HR റൗണ്ടിനായിട്ട് ഓഫീസിലോട്ട് പോവുകയാണ്. അതിനുശേഷം ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ് കാണിക്കുന്നത്. ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ ഹരീഷ് വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ചന്തുവും ടിക്ടോയ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചന്തു അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നീതു അങ്ങോട്ട് വരും സ്കൂട്ടറും തള്ളിക്കൊണ്ട്. എന്താ നീതു, എന്ത് പറ്റി? നിങ്ങളുടെ ആശാൻ വന്നില്ലേ? ഇല്ല. എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ്. എന്ത് കംപ്ലയിൻറ്റാണ്? വണ്ടി സ്റ്റാർട്ടാവുന്നില്ലെന്ന് പറയും. നോക്കട്ടെ എന്ന് പറയും. അപ്പോഴത്തേക്ക് ഹരീഷ് അങ്ങോട്ട് വരും. എന്താ അത്? വണ്ടി കംപ്ലയിൻറ്റാണ്, നോക്കാനാന്ന് പറയും. കംപ്ലയിൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. കംപ്ലയിൻ്റുള്ള വണ്ടി കൊണ്ടല്ലേ വരുത്തുള്ളൂ, പിന്നെ അല്ല നിങ്ങളുടെ മോൻ കാണാനായിട്ട് എനിക്കോട്ട് വരേണ്ട കാര്യം എന്തോ എന്നൊക്കെ പറയും. ഉടനെ അത് സ്റ്റാർട്ടാവും. ഉടനെ പറയും ഇത് സ്റ്റാർട്ടാവുന്നില്ല. ചന്തു, സ്റ്റാർട്ടാവുന്ന വണ്ടിയും കൊണ്ട് ആരെങ്കിലും വർക്ക്ഷോപ്പിൽ വരുമോടാ എന്നൊക്കെ പറയും. ഞാൻ നോക്കിയപ്പോൾ സ്റ്റാർട്ടായില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. പിന്നെ അങ്ങ് ഓഫാവും. ഞാൻ പറഞ്ഞില്ലേ ഇത് ഓഫായി പോകുന്നെന്ന്. കുറച്ച് നേരം എടുക്കും, വൈകുന്നേരം പണിഞ്ഞ് തീരാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. വൈകുന്നേരം വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നീതുവിൻ്റെ കല്യാണാലോചനയുടെ കാര്യം ഫേക്കാന്നുള്ള കാര്യം ഹരീഷിനോട് തുറന്ന് പറയണം, എങ്കിൽ ഹരീഷിൻ്റെ പിണക്കം മാറത്തുള്ളൂ. ഇനി HR റൗണ്ടിൽ ചെല്ലുമ്പോൾ HR റൗണ്ട് വിജയിച്ച് വരുമോ, അതോ അവിടെ എന്തെങ്കിലും സംഭവവികാസമായ പ്രശ്നങ്ങളുണ്ടാവുമോ? അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.